ഇസ ഫാത്തിമ. ഓക്കെ, മോളുടെ പേരെന്താ? ഫാത്തിമ ഷെഹസ. ഓക്കെ, ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സ്കൂളിൽ 4-ല്, മദ്രസയിൽ 5-ലും. സ്കൂളിൽ 2-ല്, മദ്രസയിൽ 3-ല്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായിരുന്നു കുട്ടികളുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? മൂക്കിന് നല്ല തടസ്സം ഉണ്ടായിരുന്നു, ഉറക്കത്തിനും നല്ല വായ തുറന്നിക്കാണ്ടൊക്കെ ഉറങ്ങലും നല്ല കൂർക്കം വലിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ടോക്സിസിനും തടസ്സം ഉണ്ടായിരുന്നു. തൊണ്ടവേദന ഉണ്ടായിരുന്നു? തൊണ്ടവേദന ഉണ്ടായിരുന്നു. എത്ര നാളായിട്ടുണ്ട് കുട്ടികൾക്ക്? തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തിലേറെ കഴിക്കും. 1 വർഷത്തിലേറെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നു? ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. എന്നിട്ടൊന്നും ഒരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലോണം കൂടിയപ്പോഴാണ് ഉണ്ടായത്. ഇപ്പോൾ ദശ അലിയിച്ച് കളയുന്നത് ചെയ്തിട്ട് ഇപ്പം 1 മാസം 1.5 മാസമായി അല്ലേ? മാഷാ അല്ലാഹ്, നല്ല ഉഷാറാണ്. ഇപ്പോൾ ഉറക്കത്തിനും ഒക്കെ ഇതായിക്കൊണ്ട്, മറ്റേത് ഉറങ്ങുമ്പോഴൊക്കെ നീച്ചിരുന്നു, ഉറക്കത്തിൽ നിന്നൊക്കെ നീച്ചിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. വേദന ഉണ്ടായിരുന്നോ? ചെയ്തപ്പോൾ വേദന ഉണ്ടായിരുന്നോ? ഓക്കെ, മോൾക്ക് വേദന ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? അഡ്മിഷനൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഉണ്ടായിട്ടില്ല. എത്ര മണിക്ക് ഹോസ്പിറ്റലിൽ എത്തിയത്? ഞങ്ങളൊരു 7 മണി ഒക്കെ ആയപ്പോത്തിന് രാവിലെ. പിന്നെ എത്ര മണിക്ക് വീട്ടിൽ പോയി? 3 മണി ഒക്കെ ആയപ്പോത്തിന്. 3 മണിക്ക്, ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ പോയി. അഡ്മിഷൻ ഒന്നും വേണ്ടി വന്നിട്ടില്ല. ഓക്കെ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോൾ? ഭക്ഷണമൊക്കെ കഴിച്ചാ? പിന്നെ മോള് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ ചെയ്ത് കഴിഞ്ഞപ്പോൾ? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂളിൽ വിട്ടത്? ഒരാഴ്ച കഴിഞ്ഞിട്ട്. 1 വീക്ക്. ഓക്കെ ഓക്കെ. ഓവറോൾ അടിപൊളിയായിരുന്നു. ഹാപ്പി ആയി അല്ലേ? ഹാപ്പി ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കോബ്ലേഷൻ സർജറി ചെയ്ത കുട്ടികളാണ് ഇവർ. 2 പേരും ഒരുമിച്ച് ഒരു ദിവസം 1 മണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്തത്. കാരണം അത്രയും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. സാധാരണ ഒരു OP-യിൽ വന്ന് കാണിക്കുന്ന പോലെ തന്നെ ചെയ്ത് വീട്ടിൽ പോകാവുന്ന ഒരു പ്രൊസീജിയറാണ്. വളരെ ഫാസ്റ്റ് റിസൾട്ടാണ്, 100% റിസൾട്ടാണ്, പെയിൻലെസ് ആണ്, വേദനയൊന്നുമില്ല, ബ്ലഡ്ലെസ് ആണ്. അതൊക്കെയാണ് ഈ ഒരു പ്രൊസീജിയറിൻ്റെ പ്രത്യേകത.